Hello, my friend. അപ്പോൾ ഞാൻ നേരത്തെ ജെയിൻ കോസ്വേയിലേക്ക് കയറുന്നതിന് മുന്നേ, അതായത് ബസ് സ്റ്റോപ്പ്, ഞങ്ങൾ കോച്ചിറങ്ങിയ ബസ് സ്റ്റോപ്പാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് ബസ്സിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക, ജെയിൻ കോസ്വേ എന്ന് പറയുന്ന സ്ഥലത്തോട്ട്. ഇവിടെ നമ്മൾ കോച്ചിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഒരു ചെറിയ ബസ് സർവീസ് ഉണ്ട്. അവർ നമ്മളെ താഴോട്ട് കൊണ്ടുപോകും. സമ്മർ ടൈമിലാണ് ഈ ബസ് സർവീസ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ നമുക്ക് ഹൈക്ക് ചെയ്ത് താഴോട്ട് ഇറങ്ങണമെന്നില്ല, ഈ ബസ് യൂസ് ചെയ്യാം. കുട്ടികളൊക്കെ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ചെറിയ എമൗണ്ട് ഉള്ളൂ, 1 pound ഉള്ളൂ. വേണ്ട, നമ്മൾ 8ാമത്തെ അത്ഭുതം എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരു നേച്ചർ റിസർവിലാണ് എത്തിയേക്കുന്നത്. ഇതിൻ്റെ പേരാണ് ജെയിൻ കോസ്വേ. ഇത് ഹാൻഡ്രിങ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ജെയിൻ കോസ്വേ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടേക്ക് നമുക്ക് ബെൽഫാസ്റ്റിൽ നിന്ന്, അതായത് നോർത്തേൺ അയർലൻഡിൻ്റെ ഭാഗമാണിത്, ബെൽഫാസ്റ്റിൽ നിന്ന് ഒരു 1.5 hour ജേണിയാണ് വരുന്നത്. കാറിലാണെങ്കിലും കോച്ച് എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് കോച്ച് സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു കോച്ച് ബസ്സാണ്. അത് ആകെ 3-4 സ്റ്റോപ്പുള്ളതിന്, അതുകൊണ്ടാണ് അത് അത്ര ഫാസ്റ്റായിട്ട് എത്തുന്നത്. ഭയങ്കര ഫാസ്റ്റ് സർവീസാണ് അത്. അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടൈം ലാഭിക്കാം. വേണ്ട, ഇത് എന്തുകൊണ്ടാണ് ഇതിനെ 8ാമത്തെ അത്ഭുതം എന്ന് വിളിക്കാമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇത് നമ്മുടെ പ്രകൃതിയുടെ ഒരു അത്ഭുതം തന്നെയാണിത്. ഇത് ഉണ്ടായേക്കുന്ന രീതിയാണ് അത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ ലാൻഡിന് നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടുത്തെ ലാൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യൂബിക് സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള കല്ലുകൾ അടക്കി വെച്ച പോലെയാണ് ഈ സ്ഥലമുള്ളത്. അത് ആ കല്ല് അത് നാച്ചുറലായിട്ട് ഉണ്ടായതാണ്, അത് പ്രകൃതിപരമായിട്ടുണ്ടായ ഒരു സംഭവം. അതെങ്ങനെ ഉണ്ടായി, എന്താണ് ഇതിൻ്റെ പുറകിലുള്ള കഥകളെന്നൊക്കെ ഞാൻ താഴെ ഇറങ്ങിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഞാൻ നിങ്ങൾക്ക് നമുക്ക് ഈ അത്ഭുതം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് ഇത് കണ്ട, ഇവിടെ ഈ ലാൻഡ് ഫുള്ള് സ്റ്റോൺ അടക്കി വെച്ച പോലെ ഇരിക്കുന്നത്. അതായത് ക്യൂബിക് ഷേപ്പിലുള്ള സിലിണ്ടറിക്കൽ ക്യൂബിക് ഷേപ്പിലുള്ള കല്ലുകൾ അടക്കി വെച്ച പോലെയാണ് നമുക്ക് തോന്നുന്നത്. കണ്ടോ, ഇത് ഒരു ക്യൂബിക് ഷേപ്പിലാണ് ഇരിക്കുന്നത്. ആക്ച്വലി ഇതിന് കണ്ടോ, ഇന്ന് നോക്കി കഴിഞ്ഞാൽ ഇത് കണ്ടോ, 1 2 3 4 5, ചിലത് 5 ചിലത് 6 സൈഡ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കല്ല് വെച്ച് അടക്കി വെച്ചേക്കാം. ഇത് കണ്ടോ, ജെയിൻ കോസ്വേ എന്നാണ് ഈ സ്ഥലത്തിനെ പറയുന്നത്. ഇത് കല്ല് വെച്ച് അടക്കി വെച്ച പോലെ തോന്നും, പക്ഷേ ഇത് ആരും അടക്കി വെച്ചേക്കുന്നതൊന്നല്ല. ഇത് പ്രകൃതിപരമായിട്ട് സംഭവിച്ച ഒരു കാര്യം. പണ്ട്, അത് 40-60 ബില്യൺ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ അഗ്നിപർവ്വതം, വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ലാവ ഒഴുകി വന്ന് ആ ലാവ ഇവിടുത്തെ ഈ വാട്ടറും തണുപ്പും ടെമ്പറേച്ചറും ആയിട്ട് സംഭവിച്ച ഒരു പ്രകൃതിയുടെ അത്ഭുതമാണിത്. ആ ടെമ്പറേച്ചറിൽ ലാവ കട്ടിയായി അതിൽ വിള്ളൽ വീണാണ് ഇതുപോലെ ഉണ്ടായെന്നാണ് സയൻറ്റിഫിക്കലി ഇവിടെ പറയുന്നത്. ഇനി ഇത് കൂടാതെ നമുക്ക് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു മിത്തോളജി കൂടിയുണ്ട് ഇവിടെ. മിത്തോളജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി കഥ. നമ്മൾ ഈ ആനിമേഷൻ സ്റ്റോറീസ്, കഥാബുക്കിൽ ഒക്കെ വായിക്കുന്ന പോലത്തെ ഒരു സ്റ്റോറി കൂടിയുണ്ട് ഇവിടെ. ആ സ്റ്റോറി കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഇതിൻ്റെ പുറകിലുള്ള ആ സ്റ്റോറി ഭയങ്കര രസമാണ് ആക്ച്വലി. എന്താണ് അതിൻ്റെ സ്റ്റോറി എന്നുള്ളത് ഞാൻ പറയാം. അതിക്ക് മുന്നേ ഞാൻ ഈ സ്ഥലം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരട്ടെ. ഈ കല്ലുകൾ, ഇതിൻ്റെ പ്രത്യേകത എല്ലാം കറക്റ്റായിട്ട് കാട്ടിത്തരാം. ഈ എന്തുകൊണ്ടാണ് ഞാൻ അത്ഭുതം എന്ന് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഈ സ്ഥലം കണ്ടപ്പോൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ട, ഈ കുത്തനെ നിൽക്കുന്ന കല്ലിൻ്റെ താഴെ ബീച്ചിനോട് ചേർന്ന് നമ്മൾ നിൽക്കുമ്പോൾ വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. സോറി, കണ്ട, ഇവിടുത്തെ കല്ലുകളെല്ലാം ഇങ്ങനെയാണ്. കണ്ട, ഈ ലാൻഡ് ഇത് കടലിന്
ക്രോസ് ആയിട്ടാണ് ഇത് നിൽക്കുന്നത്. കടലിലേക്ക് അങ്ങോട്ട് പോയിട്ടില്ല. കടലിലേക്ക് ഇങ്ങനെ ഒരു പാലം പണിത് പോലെ ഇങ്ങനെ കിടപ്പുണ്ട് കല്ലുകൾ. പക്ഷെ ഇത് ആരും ഉണ്ടാക്കി വെച്ചതൊന്നുമല്ല, ഇവിടെ നാച്ചുറലായിട്ട് ഉണ്ടായത് തന്നെയാണ്. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ചിലതിന് 6 ചിലതിന് 5 ഫേസാണ് വരുന്നത്, മൂലകളാണ് വരുന്നത്. ഇതെല്ലാം കണ്ട കല്ലുകളാണ് ഫുള്ള്. ഇത് ഈ വോൾക്കാനിക് ഇറപ്ഷൻ പോലെ സംഭവിച്ചതാണിത്. ഇവിടെ എന്തായാലും നിങ്ങൾ വരണം. കാരണം ഈ ലോകത്ത് ഇതുപോലെയുള്ള അത്ഭുതങ്ങളൊക്കെ നമുക്കിവിടെ നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് എന്തുകൊണ്ടാണ് അത് അത്ഭുതം എന്ന് മനസ്സിലാവുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം എനിക്കിവിടെ വന്ന് കണ്ടപ്പോൾ ആകെ വാവ് എന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ അവിടെ കാണുമ്പോൾ തന്നെ ഭയങ്കര അത്ഭുതമാണ്. ഇത് കണ്ട, ഇതിപ്പോൾ കടലിലെ ഈ പൂപ്പലും പായലും പിടിച്ചിട്ടാണ് ഇത് ബ്ലാക്ക് കളറായിരിക്കുന്നത്. കല്ല് ഈ സെയിം സംഭവം തന്നെയാണ് ഈ വെള്ളത്തിലുള്ളത്. ഇതിനെന്തുകൊണ്ട് ഇനി ഇതിൻ്റെ പുറകിലുള്ള ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കഥ കൂടിയുണ്ടെന്ന്. ആ കഥ നമുക്ക് അങ്ങോട്ട് നടക്കുമ്പോൾ ഞാൻ പറയാം. എനിക്ക് ഞാൻ കുറച്ച് നടന്ന് ഇവിടുത്തെ സീനിക് ബ്യൂട്ടി എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് നടന്നു പോകുമ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ഞാൻ പറയാം. പിന്നെ ആമിക്ക് ഈ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നുവെച്ചാൽ ഞങ്ങൾ ബെൽഫാസ്റ്റ് വന്നിട്ട് അവിടെ ഏറ്റവും കൂടുതൽ ആക്റ്റീവായതും ഓടിച്ചാടി കളിച്ചതും നടന്നതും ഒക്കെ ഈ ജൈൻറ്റ് കോസ്വേയിലായിരുന്നു. ഇപ്പോൾ അവൾ നിങ്ങൾ കാണുന്നുണ്ടാവും സ്റ്റെപ്പിലൂടെ ഇങ്ങനെ ഓടി നടക്കുന്നു കളിക്കുന്നതൊക്കെ. അപ്പോൾ ബ്രീത്ത് ടേക്കിംഗ് ആയിട്ടുള്ളൊരു ഹൈക്കിങ്ങും അതുപോലെ തന്നെ ഒരു അടിപൊളി മിത്തോളജിക്കൽ സ്റ്റോറി കൂടെ ഇതിൻ്റെ പുറകിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും എപ്പിസോഡുകൾ മിസ്സാക്കരുത്. അപ്പോൾ ഒരുപാട് സസ്പെൻസായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. എല്ലാവരും ഹൈ ക്വാളിറ്റി തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കാം.